ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചട്ടിയിൽ വരട്ടി നല്ല ബീഫാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ നല്ല ട്രഡീഷണൽ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചട്ടി എടുത്തിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വറുത്തിട്ട് എടുക്കണം. എന്നിട്ട് നമ്മുടെ ചട്ടി വെച്ചിട്ട് അതിലൊരു 3/4 കിലോളം ഇറച്ചി എടുക്കണം. അതിലോട്ട് നമ്മുടെ പൊടികളെല്ലാം ഇട്ട് ഇച്ചിരി ഉപ്പും വെളിച്ചെണ്ണയും കുറച്ച് മല്ലിയും എല്ലാം ചേർത്ത് നല്ല രീതിയിൽ കൈ ഉപയോഗിച്ചിട്ട് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റിന് വെക്കണം. ആ സമയം കൊണ്ട് നമുക്കൊരു 2 വലിയ സവോളയും 2 പഴുത്ത തക്കാളിയും ഒരു 3 പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പൊതിനയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ബീഫൊന്ന് കുക്കറിൽ ഇട്ട് പുഴുങ്ങി എടുത്തിട്ട് നമുക്ക് ചട്ടി അടുപ്പ് വെച്ചിട്ട് ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സവോളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും തേങ്ങ കൊത്തും ഈ പച്ചമുളകും എല്ലാം ഒന്ന് എണ്ണയിലിട്ട് നല്ല രീതിക്കൊന്ന് വഴട്ടിയെടുക്കണം. ഇത് കുറച്ച് നേരം ഇന്ന് ഇട്ട് നല്ല രീതിയിട്ട് കൈയെടുക്കാതെ ഇളക്കി വരട്ടി വരുന്ന സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ചേർക്കണം. പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയാണ് നമ്മൾ ഇതിലോട്ട് ഇടുന്നത്. നമ്മൾ ഇനി ഇത് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഇടുന്നില്ല. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് മാത്രമേ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ. ഇതൊക്കെ ചേർത്ത് നമ്മുടെ ആവശ്യത്തിന് എരിവ് അനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നല്ല രീതിക്കൊന്ന് ഇത് ഇളക്കി മറിക്കണം. ഇത് ഈ മസാലകളെല്ലാം തന്നെ ഈ സവോളയോടൊക്കെ ഒന്ന് കയറി ഒന്ന് വരണ്ട് വരണം. ആ സമയത്ത് നമ്മുടെ ഇറച്ചിയുടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. നമ്മളിനി ആ വെള്ളം മാറ്റിയിട്ട് നമ്മുടെ ഇറച്ചി കുറച്ച് തോർത്തി എടുത്തിട്ട് നമ്മുടെ ഈ അരപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെ നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പും എല്ലാം ചേർത്ത് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച സാധനം ആയതുകൊണ്ട് നമുക്കിനി ഇതിൽ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്നിട്ട് ഇളക്കി എടുത്തിട്ട് ഇതാക്കിയെടുക്കണം. ഇങ്ങനെ ഇളക്കിയെടുത്താൽ നമ്മുടെ കറിയുടെ പരുവാകത്തില്ല. നമുക്ക് കുറച്ച് വേറെ പരിപാടികളും കൂടിയൊക്കെ ഉണ്ട്. ഇനിയാണ് നമുക്കിത് ചട്ടിയിലിട്ട് മൊത്തത്തിലൊന്ന് വരട്ടിയെടുക്കേണ്ടത്. നമുക്ക് കൈയെടുക്കാൻ കുറച്ച് നേരം ഒന്ന് ഇതിൻ്റെ ഇളക്കി കൊടുത്തോണ്ടെങ്കിൽ നമ്മൾ ബീഫിലോട്ടൊന്നും വെള്ളം ഊറ്റുന്നില്ല. നമ്മളൊരിച്ചിരി ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഊറ്റി നമ്മൾ പുഴുങ്ങിയെടുത്താണ്. ഇത് ഇനി വെള്ളമൊന്നും ചേർക്കുന്നില്ല. ബീഫ് നല്ല രീതിയിൽ ഇതിലൊന്നിട്ട് വരട്ടിയെടുക്കുന്നു. ഈ സമയത്ത് നമുക്കിലോട്ട് കുറച്ച് ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും പിന്നെ മല്ലിയിലയൊക്കെ ഇട്ട് നല്ല രീതിയിൽ കളക്കാം. ഇപ്പോൾ ഓർക്കും എല്ലാം തീർന്നത്, എന്നാൽ തീർന്നിട്ടില്ല. ഇനിയാണ് കറിയുടെ സീക്രട്ട്. ഈ കറി ആദ്യമേ ഈ കറിയിലോട്ട് ഇതൊക്കെ ചേർത്താൽ ഒരു മണവും ഒന്നും കിട്ടത്തില്ല. അത് കറിയുടെ ഒരു അവസാന വശമൊക്കെ ഭാഗമൊക്കെ ആയി വരുന്ന സമയത്തായിരിക്കണം നമ്മൾ ഈ മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർക്കുക. എന്നാലേ നമുക്ക് കറിക്കൊരു പ്രത്യേക മണവും ഒരു ടേസ്റ്റും ഒക്കെ അതിനെടുത്ത് വരത്തുള്ളൂ. ഇങ്ങനെ നമ്മളിട്ട് ഇളക്കി ഇത് ഈ പരുവത്തിലാണ്. ഇതിൽ എണ്ണയെല്ലാം മാറി നല്ല രീതിക്ക് ബീഫൊക്കെ നല്ല ചൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് നല്ല സോഫ്റ്റായി ഈ സമയത്ത് കഴിക്കാനാണെങ്കിൽ നമുക്കിപ്പോൾ നല്ല രീതിയിൽ വരട്ടി വന്നിട്ടുണ്ട്. അത് നമ്മൾ കളർ കാണുമ്പോഴേ അറിയാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമെന്ന്. തേങ്ങാക്കൊത്തൊക്കെയാണ് തെളിഞ്ഞ് കാണാം. അപ്പം നമ്മുടെ കറി ശരിയായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചട്ടിയിൽ വരട്ടെ നമ്മുടെ ബീഫ് ഒരു വാഴയിലയിലോട്ട് സർവ് ചെയ്യാം. നല്ല ആവി പറക്കുന്ന ഈ ബീഫ് കാണുമ്പോഴേ അറിയാം എത്രത്തോളം ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ബെല്ലൈക്കൺ കൂടി ഓൺ ആക്കണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ഇനി കാണാം. ബൈ, സീ യു.